അപ്പോൾ നോമ്പ് 17 രാവിലെ ഒരു 8 മണിയൊക്കെ ആയി. എഴുന്നേറ്റ് വന്ന പാടാണ് കേട്ടോ. അപ്പോൾ ഇന്നിവിടെ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഒത്തുകൂടുന്നൊരു ദിവസമാണ്. ഇന്ന് എല്ലാവർക്കും ഇഫ്താർ ഇവിടെയാണ്. പിന്നെ നമ്മുടെ പള്ളിയിലും ഇന്ന് നമ്മുടെ നേർച്ചയാണ് കേട്ടോ, നോമ്പ് 17. എന്താന്ന് വെച്ചാൽ ഉപ്പാപ്പ നമ്മളെ വിട്ടുപോയിട്ട് 1 വർഷം തികയാണ്. ഇന്ന് ഉപ്പാപ്പയുടെ ആണ്ട് നേർച്ചയാണ്. ജീവിതത്തിൽ ഒരു കരുതൽ നഷ്ടപ്പെട്ടു പോയെന്നും നമ്മളിപ്പോഴും വിശ്വസിച്ചിട്ടില്ല. ഒരു ദിവസമെങ്കിലും ഒരു സമയമെങ്കിലും ആ ഒരു പേര് പറയാതെ കടന്നു പോയിട്ടേ ഇല്ല. വെറുതെ പറയാണ് കണ്ണകലുമ്പോൾ മനസ്സകലുന്ന്. കാരണം നമ്മുടെ ആരുടെയും ലൈഫിൽ നിന്ന് ഒരിക്കലും ആ ഒരു പ്രസൻസ് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഞങ്ങളോടും ഞങ്ങളുടെ മക്കളോടും കാണിച്ച കരുതലും സ്നേഹവും ഒന്നും ഞങ്ങൾ മറന്നും പോയിട്ടില്ല. ഇപ്പോഴും ഒന്ന് കാണാൻ തോന്നുന്ന സമയത്ത് സ്വപ്നത്തിലെങ്കിലും ആൾ ഓടി വരാറുണ്ട്. യാത്ര പോകുമ്പോൾ എപ്പോഴും വിളിച്ച് എവിടെ എത്തി, വരാൻ താമസിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അന്നൊക്കെ നമുക്ക് ദേഷ്യം തോന്നുമായിരുന്നു. അതുപോലെ 1000 കാര്യങ്ങൾ, അതൊക്കെ പപ്പയുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഭാഗമൊക്കെ ആയിരുന്നെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ ഒത്തിരി വൈകി പോയിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഒരു സമയം വേണ്ടി വന്നിരിക്കണം. അപ്പോൾ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. എന്തായാലും ഉപ്പച്ചി പോയിട്ട് 1 വർഷമാകുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരു വീട്ടിൽ മക്കളും മരുമക്കളും ചെറുമക്കളായിട്ട് കൂടാമെന്ന് കരുതി. പിന്നെ പള്ളിയിലും നേർച്ച നടത്തുന്നുണ്ട് കേട്ടോ. നോമ്പ് 17 ഉപ്പച്ചിയുടെ ആണ്ട് നേർച്ചയായിട്ട് നടത്തുന്നുണ്ട് പള്ളിയിൽ ഒരു ഇഫ്താർ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പറേഷനൊക്കെയാണ് നടക്കുന്നത്. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് പള്ളിയിൽ മാത്രം ഇച്ചിരി വലിയ രീതിയിൽ ഒന്ന് സെറ്റാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾക്കൊന്നും പള്ളിയിൽ പോകാൻ പറ്റത്തില്ലല്ലോ. അത് മാത്രമല്ല ഉപ്പാപ്പാക്ക് എല്ലാവരും വിളിച്ച് സൽക്കരിക്കുന്നതും ഫുഡ് കൊടുക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു നമ്മളെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സിനെയും അയൽക്കാരെയും മാത്രം വിളിച്ചിട്ട് ഒരു ചടങ്ങ് നമ്മുടെ വീട്ടിലും വെക്കാം. പിന്നെ ഉസ്താദിനെ വിളിച്ച് മൗലൂദ് ചൊല്ലിക്കാമെന്നൊക്കെ. അപ്പോൾ ഇത് ഉച്ച സമയമായപ്പോഴേക്കും എനിക്ക് കൊറിയർ ഓഫീസിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ദിവസമായിട്ട് എൻ്റെ മെയിൻ പരിപാടിയാണ് കേട്ടോ, കൊറിയർ ഓഫീസിൽ പോവുക, കൊറിയർ എടുക്കുക. കുറേ കൊറിയർസ് ഉണ്ടായിരുന്നു. പിന്നെ അത് പോയി എടുത്തിട്ട് വന്നു. പിന്നെ അത് ഓപ്പൺ ചെയ്യുന്നൊരു ചടങ്ങുണ്ടല്ലോ, അങ്ങനെ അത് ചെയ്തു. അപ്പോൾ കുറച്ച് പ്ലാന്റ്സാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സൊക്കെയാണ്. കുറച്ച് ദിവസം അതിനൊക്കെ തരുന്നൊരു വാട്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നട്ടൊക്കെ കൊടുക്കുമ്പോൾ സെറ്റാവും. അങ്ങനെ ഉമ്മാമ 1 വർഷത്തിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വെച്ചാണ് ആണ്ട് നേർച്ച. ഉപ്പാപ്പ മരിച്ചത് കുഞ്ഞുമാടെ വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും നമ്മുടെ വീട്ടിലാണ് കൊണ്ടുവന്നതും തിരികെ പള്ളിയിലേക്ക് കൊണ്ടുപോയതും ഒക്കെ. അപ്പോൾ ഉപ്പാപ്പായെ കൊണ്ടുപോയ വീട്ടിൽ വെച്ച് തന്നെ ചടങ്ങ് നടത്തണം എന്ന് എല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വെച്ചാണ് കേട്ടോ നടത്തുന്നത്. ഇപ്പോൾ ഉമ്മാമ വരുന്നത് കുഞ്ഞുമാടെ വീട്ടിൽ നിന്നാണ്. ഐതൂട്ടി അറിവ് വെച്ചതിന് ശേഷം ആദ്യമായിട്ട് കാണുക കേട്ടോ ഉമ്മാമ പുറത്തിറങ്ങി നടക്കുന്നത്. അല്ലെങ്കിൽ വീടിന് പുറത്തേക്ക് പോലും ആളിറങ്ങി നടക്കാറോ ഒന്നുമില്ല. ഉമ്മാമയെ എപ്പോഴും കാണുന്നതാണെങ്കിലും ഐതൂട്ടിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒന്ന് അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആരും പിടിച്ചാൽ ഉമ്മാമക്ക് നടക്കാൻ പറ്റില്ല. കാരണം ശരീരമൊക്കെ നല്ല വേദനയാണ്. ആൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് വരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആരും പിടിക്കാത്തത്. ഐദൂസിന് ഇപ്പോഴാണ് ടെക്നിക്ക് പിടികിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. ആളതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇനി ഉമ്മാമ നടക്കുന്നതെങ്കിൽ അവനെയും കൂടെ കൊണ്ട് നടക്കേണ്ടി വരും. ലാസ്റ്റ് ഉമ്മാമ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നത് ഉപ്പാപ്പയുടെ 40ൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടാണ്. ഉപ്പാപ്പ പോയതിനേക്കാളും വിഷമമായിരുന്നു ഉമ്മാമ വീട്ടിലേക്ക് പോകുമ്പോൾ. ഉമ്മാമക്കും വിഷമമായിരുന്നു, ഞങ്ങൾക്കും വിഷമമായിരുന്നു. നിരപ്പായ സ്ഥലത്തൊക്കെ കുറച്ച് നടക്കെങ്കിലും ആൾക്ക് പടി കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനും അനിയത്തിയും കൂടെ സഹായിച്ചു കൊടുക്കുന്നുണ്ട്. വൈകുന്നേരം ആയപ്പോഴേക്കും ഉപ്പാപ്പയുടെ സഹോദരങ്ങളും നമ്മൾ വിളിച്ചിട്ടുള്ള നമ്മുടെ ഏറ്റവും അടുത്ത കുറച്ച് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡിനുള്ള പ്രിപ്പറേഷൻസൊക്കെ പെട്ടെന്ന് ചെയ്തു.
നോമ്പ് വീടാനുള്ള ജ്യൂസും കാര്യങ്ങളും ഒക്കെ ഞങ്ങളാണ് പ്രിപ്പയർ ചെയ്തെങ്കിലും ഫുഡിനുള്ള ഓർഡർ നമ്മൾ വീട്ടിനടുത്തുള്ള ഒരു ഇത്താക്ക് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കധികം പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീഡിയോ കാണാം.